FIS തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് തിരിച്ചു കയറാൻ തുടങ്ങിയാൽ മാർക്കറ്റ് തിരിച്ചു കയറാറായോ? നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റി ചാർട്ട് നോക്കിയാൽ കാണാം 21,700 ഒരു സപ്പോർട്ട് സോണായും 24,400 റേഞ്ച് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയും കാണാം. 24,500 ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫർദർ ഒരു ഫോളും കാണാൻ സാധിക്കും. അക്കോർഡിംഗ് ടു ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഇപ്പോഴുള്ള നിഫ്റ്റിയുടെ വാല്യുവേഷൻ അട്രാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഗ്രോത്ത് കണക്കിലെടുത്താൽ ഇപ്പോൾ ഉണ്ടായ ഈ മാർക്കറ്റ് കറക്ഷൻ ഒരു ഹെൽത്തി കറക്ഷനായി മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം നമുക്കറിയാം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, FIയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാർക്കറ്റ് വിഡ്രോവൽ, മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിരുന്ന സാഹചര്യത്തിലാണ് FII പിന്മാറിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴുള്ള വാല്യുവേഷൻസ് ഡീസെന്റ് ആയതുകൊണ്ട് FIS തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് തിരിച്ചു കയറാൻ തുടങ്ങിയാൽ ആദ്യം കയറുന്ന ബാങ്കുകളും ഫാർമ കമ്പനികളും ആയിരിക്കും, അതുപോലെ റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത സംശയമായിരിക്കും ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള സമയമായൊന്ന്. സിപ്പ് മോഡൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് തുടങ്ങാം. നമുക്കതിനായി NSEയുടെ തന്നെ ഡെലിവറി ഡേറ്റ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലോഎക്സ് പോലുള്ള അനലിറ്റിക്സ് ടൂളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഇൻഫർമേഷൻ കിട്ടും. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും അത് ഇപ്പോൾ ഏത് ലെവലിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലുള്ള ഡേറ്റ ഉപയോഗിക്കുന്ന വഴി ഒരാളുടെയും ഒരു ടിപ്സും കേൾക്കാണ്ട് തന്നെ നമുക്കൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ സ്വിംഗ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നോക്കുന്നത് SMC Pro ഇൻഡിക്കേറ്റർ ആണ്. അതായത് സ്മാർട്ട് മണി ആക്ടിവിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ കണ്ടാൽ അറിയാം എവിടെയൊക്കെ ഡംപ് വന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നിഫ്റ്റിയിൽ വന്നൊരു ഫോള്. ഇതുപോലെ സ്മാർട്ട് മണി ആക്റ്റീവ് ആയപ്പോഴും വന്നൊരു അപ്പ് മൂവ് കാണാം. ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ഒരു സ്റ്റോക്കിലും സ്വിംഗ് ചെയ്യുമ്പോൾ നോക്കുന്നത്. സ്മാർട്ട് മണി ആ സ്റ്റോക്കിൽ ആക്റ്റീവ് ആണോ എന്ന് നോക്കും. ഇതിനായി ഞാൻ സ്മാർട്ട് മണി സ്വിംഗ് സ്കാനറാണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്വിംഗ് എന്ന് കമന്റ് ചെയ്താൽ മതി.